ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരെയും കാത്തിരുന്ന ഭാഗം ഒരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ സ്വപ്നമല്ലാത്ത ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, മനോഹറിൻ്റെ നിഷയുടെ വിവാഹമാണ്. അങ്ങനെ നിഷ കല്യാണം കഴിക്കാൻ പോണത് മനോഹറിനെയാണെന്ന് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ മേഘ്നെ തിരിച്ചറിയാണ്. അങ്ങനെ നമ്മുടെ നിഷേൻ്റെ അടുത്ത് പറയുമ്പോൾ നിഷ അതൊന്നും വിശ്വസിക്കൂല. അറിയാലോ, നല്ലൊരു ബന്ധം കിട്ടുമ്പോൾ അലമ്പാക്കാൻ നോക്കണമെന്നാണ് നിഷയുടെ വിചാരം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സരയുവിനെ തന്നെ മനസ്സിലാവാണ്. മനോഹർ തന്നെ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. താൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. മനോഹറിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അടുപ്പമുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം സരയുവിൻ്റെ മനസ്സിൽ കയറുവാണ്. സംശയം കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആക്കാണ്ട് ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സരയു അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അങ്ങനെ സരയു മനസ്സിലാക്കുകയാണ്, സരയു അല്ലാതെ മനോഹറിന് ഒരുപാട് പെൺപിള്ളേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ടെന്നും അതുപോലെ തന്നെ വളരെയധികം എന്താ പറയുന്നത്, മനോഹറിനെ പോലും അറിയില്ല എവിടെയൊക്കെ ഏതൊക്കെ ജില്ലയിൽ എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്നുള്ള കാര്യം. ഇതൊക്കെ അറിയുന്ന സരയുവിന് ആകെ ദേഷ്യം വരുവാണ്. അതിന് പുറമെ സരയു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് മനോഹർ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നുള്ള സത്യം. എന്തായാലും ഈ കല്യാണം മുടങ്ങുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കല്യാണിയും കിരണമെന്ന് പറഞ്ഞാൽ നിഷ വിശ്വസിക്കില്ല. പക്ഷെ സരയു ആണെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ സരയുക്ക് മാത്രമേ ഈ വിവാഹം നിർത്തിവെക്കാൻ പറ്റുള്ളൂ. എന്തായാലും സരയും മനോഹറും തമ്മിലുള്ള ബന്ധവും കൂടിയിട്ടായിരിക്കും ഇതോടുകൂടി രണ്ടും രണ്ട് വഴിക്കാവണത്. എന്തായാലും സരയുവിൻ്റെ ആ ഒരു ജീവിതം ഓരോരോ ഭാഗങ്ങൾ, അതായത് ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ സരയു ഓരോരോ സത്യങ്ങൾ അറിഞ്ഞു വരുവാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഷാരി സത്യം അറിയും കേട്ടോ. സ്വന്തം മകളല്ല എന്നുള്ള സത്യം ഷാരി എന്തായാലും നാളെ അറിയും. സരയു അറിയണത് എന്തായാലും സ്വപ്നം തന്നെയായിരുന്നു. ഇനി നാളെ വേറെ എന്തെങ്കിലും ഭാഗങ്ങളിൽ അത് കാണിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. മനോഹറിന് സരയു തന്നെ അടിച്ചോടിക്കുന്ന ആ ഭാഗങ്ങൾക്കായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. Bye bye.